ഇന്നൊരു സ്പെഷ്യൽ ഒരു ചെമ്മീൻ ഫ്രൈഡ് റൈസ് ആണോ കാണിക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് ക്യാരറ്റ് ക്യൂബായിട്ട് അരിഞ്ഞതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് ക്യാപ്സിക്കം ഉണ്ടോ, ക്യാപ്സിക്കം കുറച്ച് ഇതുപോലെ തന്നെ സെയിം ക്യൂബായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കുറേശ്ശെ ഇടുന്നുള്ളൂ, നമുക്ക് ലാസ്റ്റ് ഫൈനലും ആവശ്യമുള്ളത് കൊണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ക്യാരറ്റും ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ അരിഞ്ഞിട്ടും ഇടാം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ അതിന് ശേഷം കുറച്ച് ചെമ്മീനുണ്ട്, ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് ഞാനൊരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു മാഗി ക്യൂബിൻ്റെ ചെറിയ പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ചെമ്മീനും മാഗി ക്യൂബും ഈ വെജിറ്റബിൾ എല്ലാം കൂടി നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടും ഈ മാഗി ക്യൂബിൽ കിടന്ന്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് എല്ലാം നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെട്ടണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി സോസുകളാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് ചില്ലി സോസും പിന്നെ കുറച്ച് സോയാ സോസും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും. ഇത്രയും സോസുകളെല്ലാം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. ഈ ഒരു സോസും ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടണം. അപ്പോൾ ആ വെജീസിനൊക്കെ നമുക്ക് കഴിക്കാൻ നല്ല ഫ്ലേവറും കിട്ടും കേട്ടോ. അപ്പോൾ ചെമ്മീനെല്ലാം നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ കുറച്ച് ഓൾറെഡി ചോറ് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചോറും കൂടി ഇട്ട് കൊടുക്കാണ്ടോ, ഹാഫ് കുക്ക്ഡ് ആക്കി മാറ്റി വെച്ച റൈസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവണവരെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കുരുമുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ എല്ലാം നന്നായിട്ട് കുക്കായി, അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. എല്ലാം കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ്സും കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ എല്ലാം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ്സ് ഞാനിത് മൂടി വെച്ചിട്ട് നന്നായി കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ സ്ക്രാമ്പിൾ ചെയ്തിരിക്കുന്ന എഗ്ഗും കൂടി ഇട്ട് കൊടുക്കാണ്ടോ, മുട്ട വറുത്തത് അതും കൂടി ഫൈനലായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു ചെമ്മീൻ മിക്സഡ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ പാക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കാണെങ്കിൽ എല്ലാം ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. കൂടാണ്ട് വെജീസൊക്കെ ഉള്ളതുകൊണ്ടും അതും അവർ കഴിച്ചോളൂ കേട്ടോ. അല്ലാണ്ട് വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കൂ, തീർച്ചയായിട്ടും അവർ കഴിക്കും കേട്ടോ. അപ്പോൾ ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.